സഹനത്തിന്റെ പൂക്കളാക്കി മാറ്റി ഏവർക്കും നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ഈശോയുടെ പക്കൽ എത്തിച്ചേർന്ന ഭൂമിയിലെ കുഞ്ഞു മാലാഖിയായിരുന്നു 9 വയസ്സുകാരി ഇസിൻ ജോബിൻസ്. വിശ്വാസത്തിൽ ജ്വലിച്ച് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രിയപ്പെട്ട ഇസിൻ ഇക്കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടത്. കടുത്ത രോഗാവസ്ഥയിൽ പിഞ്ചു മനസ്സിന് താങ്ങാവുന്നതിലധികം വേദനകളുണ്ടായിട്ടും എല്ലാറ്റിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മെ വേർവിട്ടുപോയ കുഞ്ഞു മാലാഖയായിരുന്നു ഇസിൻ ജോബിൻസ്. ഇസിന്റെ ഈശോയുമായുള്ള കൂട്ടിന്റെ അത്യപൂർവ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. കൈകൾ കൂപ്പിനാ ഈശോയും മാതാവും 9 വയസ്സുകാരി ഇസിൻ ജോബിൻസിന് ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ദൈവവിശ്വാസവും സഹനശക്തിയും ദൈവത്തോടുള്ള കൃതജ്ഞതയും ഈ കുഞ്ഞു മാലാഖയ്ക്ക് നിത്യവും ഉണ്ടായിരുന്നു. ദൈവഭക്തിയിൽ വളർന്ന ഇസിൻ നന്നേ ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ പ്രത്യേക താൽപര്യവും കാട്ടിയിരുന്നു. അങ്ങനെയൊരു നാൾ തന്റെ 3-ാമത്തെ വയസ്സിൽ ബാധിച്ച ട്യൂമർ ഇസിന്റെ ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തിയെ കവർന്നു. ക്രമേണ കാഴ്ചയുടെ ലോകം നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ കാഴ്ചയെ മുട്ടുകുത്തിച്ച് ഈ കൊച്ചുമിടുക്കി വാശിയോടെ പഠിച്ചു. പിന്നീട് അപ്രതീക്ഷിതമായി വന്നുഭവിച്ച ബോൺ ക്യാൻസർ ഇസിൻ ജോബിൻസിന് കരുതിവെച്ചത് യാതനകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു. 4-ാം ക്ലാസ്സിൽ വെച്ചു പിടിപെട്ട രോഗം ഇസിനെ വീണ്ടും രോഗശയ്യയിലാക്കി. എങ്കിൽ പോലും ഈശോ നൽകിയ ആത്മബലത്താൽ പ്രിയപ്പെട്ട ഇസിൻ ആരോടും പരാതിയും പരിഭവങ്ങളുമില്ലാതെ നിറപുഞ്ചിരിയോടെ വേദനകളെയെല്ലാം സഹനത്തിന്റെ പൂക്കളാക്കി മാറ്റി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അപ്പയും അമ്മ എന്നെ എടുത്തു. അമ്മ എന്നെ പള്ളിയിൽ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ കുർബാന സ്വീകരിച്ചു. ബോൺ ക്യാൻസറിന്റെ തീവ്രത വർദ്ധിച്ചതോടെ ഇസിന്റെ ഇടതുകാല് മുറിച്ചുമാറ്റി. ഒടുവിൽ വേദനകളെ തോൽപ്പിച്ച് വിശ്വാസത്തിൽ ജ്വലിച്ച് ഇക്കഴിഞ്ഞ ഒക്ടോബർ 27-ന് ഇസിൻ എന്ന ഭൂമിയിലെ കുഞ്ഞു മാലാഖ സ്വർഗത്തിൽ ചേർക്കപ്പെട്ടു. ഇടുക്കി നെടുങ്കണ്ടം ചെത്തിമറ്റത്തിൽ ജോബിൻസ് തോമസ് റോഷ്ന ദമ്പതികളുടെ മൂത്ത മകളാണ് ഇസിൻ. ഇസിന്റെ സ്നേഹാർദ്രമായ നല്ല ഓർമ്മകളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ പങ്കുവച്ചു. അവളുടെ ഓരോ ചെറിയ ചെറിയ മൂമെന്റും നമുക്ക് വലിയ ഓർമ്മകൾ തന്നെയാണ്. ഇസിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇളയാളുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പോലും ആൾക്ക് മറ്റേ കുട്ടിയെക്കാളും കുറച്ചുകൂടെ സൈലന്റ് ആയിരുന്നു. പിന്നെ അനുസരണയും അതുപോലെ തന്നെ പള്ളിയും സ്കൂള് ഇതൊക്കെ തന്നെയായിരുന്നു വലിയ കാര്യങ്ങൾ. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ട്, കഥകള്. ആളിപ്പോൾ ഒരു 1000 കഥയ്ക്ക് മേലെ തനിയെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല, ആളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ദൈവഭക്തി. ഞങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഈശോനാണ് ഇഷ്ടമെന്ന് പറയും. അതിന് ശേഷമേ അവളുടെ അനിയത്തി പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ ഇഷ്ടം, അച്ഛനെ ഇഷ്ടം, പള്ളി ഇഷ്ടം, പള്ളി പോകുന്ന ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്ടങ്ങളുണ്ടായിരുന്നു. എല്ലാം കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല. 5 മാസമായിട്ട് കിടപ്പില്ലായിരുന്നു. അപ്പോൾ റൂമിനകത്ത് അങ്ങനെ അപ്പോൾ മോളുടെ അടുത്ത് ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും കുറേ സിസ്റ്റർമാരും എല്ലാവരും വരുമായിരുന്നു. ഞങ്ങളുടെ അച്ഛനും കുറേ നേരം വന്ന് ഇസിൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് സംസാരിക്കുകയും കഥകൾ പറയുകയും ഇസിന് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ വന്നിരിക്കുമ്പോഴൊക്കെ അവർ കഥ വായിച്ചു കൊടുക്കാനാണ് വരുന്നത്. അങ്ങനെ മോക്ക് കവിതയൊക്കെ എഴുതാനും അങ്ങനെ ചെയ്യാനൊക്കെ മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫെബ്രുവരി 8-ാം തീയതി മോളുടെ കാലിൻ്റെ സർജറി കഴിഞ്ഞ് വന്ന് പിന്നെ റെസ്റ്റ് എടുക്കുന്ന ആ ടൈമിലൊക്കെ സാറ് വന്നിട്ട് പറഞ്ഞു ഇനി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് മോനൊരു പാട്ട് എഴുതണം എന്ന് സാറ് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അതിന് ശേഷം പപ്പയും മോളും കൂടെ മോള് പറയും. മോളുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു, ഫേവറേറ്റ് ഡയറി ആയിരുന്നു. അപ്പോൾ അതിനകത്താണ് ഈ പാട്ടെല്ലാം എഴുതി വെക്കുന്നത്. അപ്പോൾ മോള് പറയും, പപ്പ എഴുതും. അപ്പേ അമ്മ നമ്മൾ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നല്ലേ. അപ്പൊ ഞാൻ 2 ദിവസമായിട്ട് ആലോചിക്കാം ഒരു ഈശോയോട് നന്ദി പറഞ്ഞിട്ടൊരു പാട്ട് എഴുതണമെന്ന്. നമുക്കൊന്ന് എഴുതിയെടുത്താലോ? അങ്ങനെ എഴുതിയിട്ട് ഞാൻ മോളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് നമ്മുടെ സിസ്റ്റർ സ്റ്റെൻസി എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ അങ്ങനെയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ സിസ്റ്ററിന് ഞാൻ
അത് എഴുതിയത് അയച്ചു കൊടുത്തു. പിന്നെ സിസ്റ്റർ വഴിയാണ് പിന്നെ ഇസിന്റെ പഠനത്തിനു വേണ്ടിയാണ് ഇടുക്കിയിൽ നിന്നും ആലുവ കീഴ്മാടിലേക്ക് ഇവർ താമസം മാറിയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹെൽഗ ജോബിൻസ് ആണ് ഇസിന്റെ സഹോദരി. കാഴ്ച നഷ്ടപ്പെട്ടതോടെ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലായിരുന്നു ഇസിന്റെ പഠനം. കടുത്ത വേദനയിൽ തളരുമ്പോഴും ഓഡിയോ പുസ്തകങ്ങൾ കേട്ടും ഭാവനകൾ കടലാസിലേക്ക് പകർത്തിയും ഈ കൊച്ചുമിടുക്കി സഹപാഠികൾക്ക് പ്രചോദനമായി. ഒപ്പം തന്നെ കളക്ടറാകാൻ മോഹിച്ച ഇസിന്റെ അടുത്തേക്ക് അസിസ്റ്റന്റ് കളക്ടർ നിഷാന്ത് സിഹാര നേരിട്ടെത്തിയതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇതിന് സാഹചര്യമൊരുക്കിയത് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലെ പ്രധാനാധ്യാപിക ജിജി വർഗീസിന്റെ ഇടപെടലായിരുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഇസിൻ ജോബിൻസ്. വളരെ മിടുക്കിയായ, കിലുക്കാമ്പെട്ടിയായ, ഞങ്ങളുടെ എല്ലാവരും ഒരു പാഠപുസ്തകമായിരുന്നു ഇസിൻ ജോബിൻസ്. നഴ്സറി ക്ലാസ്സിൽ 4 വയസ്സ് നഴ്സറിയിലാണ് ഈ വിദ്യാലയത്തിൽ ആദ്യമായിട്ട് ആ കുട്ടി വന്നു ചേരുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞങ്ങൾ ഇടയ്ക്ക് കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കുഞ്ഞ് മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താ ഇസിനെ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഇച്ചിരി വേദന ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് മാറണ വരെ ടീച്ചറെ മിണ്ടാതിരുന്നു. എന്നാലും ഒരു പരാതിയില്ല. ആ വേദനകളിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നല്ല ദൈവഭക്തിയുള്ള കുഞ്ഞായിരുന്നു. അവസാനം ഞങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് അൽഫോൻസാമയുടെ അടുത്തൊക്കെ പോയപ്പം അവളുടെ ആ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നായിരുന്നു. ഒരു ചെറിയ കുട്ടിക്ക് എന്താ ഇത്ര പ്രാർത്ഥിക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുമാതിരിയാണ് ആ ഖബറടത്തിലൊക്കെ നിന്ന് ഒരു കാലിൽ നിന്ന് മുട്ടുകുത്തിയും നിന്നും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമവും തോന്നി. അതുപോലെ ഒരുപാട് ആ കുട്ടിയെ കൂടി അഭിമാനം തോന്നി. ഇത്രയും ഒരു ചെറിയ കുഞ്ഞ് നമുക്ക് എന്തുമാത്രം കാര്യങ്ങളാ പഠിപ്പിച്ചു തരണേന്ന് വിചാരിച്ച്. പ്രാർത്ഥനയിൽ ലയിച്ചു ജീവിച്ച് എല്ലാറ്റിനും നന്ദി പറഞ്ഞ് ഇസിൻ ഒത്തിരി സ്നേഹത്തോടെ ഈശോയ്ക്ക് സമർപ്പിച്ച 2 ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. ഇസിന്റെ മരണത്തിനു ശേഷമായിരുന്നു 2ാമത്തെ ഗാനം പുറത്തിറങ്ങിയത്. ഈശോയേ നീ വരുമോ എന്നരികിൽ വരുമോ നന്മയിൻ പാതേ നടത്തുവാൻ സ്വപ്നങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ. സിസ്റ്റർ ജൂലി തെരേസ ആയിരുന്നു ആലാപനം. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള പ്രമുഖ പിന്നണി ഗായിക ടീന മേരി എബ്രാഹാമാണ് ആദ്യ ഗാനം ആലപിച്ചത്. ഇസിൻ ജോബിൻസ് എന്ന 9 വയസ്സുകാരി ആദ്യമായി എഴുതിയ പാട്ടിന്റെ ആ ഒരു ഗാനത്തിന് ശബ്ദം നൽകാൻ നല്ല ദൈവം എന്നെ അനുവദിച്ചു. അതിന് ദൈവത്തിന് നന്ദി. ഇസിൻ എനിക്ക് വലിയൊരു മാതൃകയാണ്, വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നത്തെ ലോകത്ത് ഒരുപാട് പരാതികളും പരിഭവങ്ങളുമായി നമ്മളൊക്കെ ഇങ്ങനെ ഓടി ഓടി മുന്നോട്ട് കുതിക്കുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കാനും ഹൃദയത്തിൽ എന്നും ദൈവത്തോട് വളരെ വലിയ ഒരു നന്ദി നിറഞ്ഞ ജീവിതം നയിക്കാൻ ഇസിൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഇസിൻ ഇന്ന് വേദനകളില്ലാത്ത സ്വർഗത്തിൽ പൊന്നുതമ്പുരാന്റെ ആ ഒരു മടിയിലിരുന്ന് അവളുടെ കഥകളും പാട്ടുകളുമായി ഇപ്പോഴും തുടരുന്നുണ്ടാവും. വീണ്ടും ആ ഒരു ദൈവസ്നേഹത്തിലായിരിക്കാൻ ഇസിൻ എന്നെയും നമ്മുടെ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ഇസിൻ എഴുതിയ ആ ഒരു ആദ്യ ഗാനത്തിന്റെ ഏതാനും വരികൾ അതെങ്ങനെയാണ്. നന്ദി കൊണ്ടെന്റെ ഹൃത്ത് വിങ്ങുന്നു എന്റെ നാഥനീശോ, കണ്ണുനീരോടെ കൈകൾ കൂപ്പി ഞാൻ നിന്റെ മുൻപിൽ നിൽപ്പൂ. നീ ചൊരിഞ്ഞ സ്നേഹവും നീ ചൊരിഞ്ഞ കൃപകളും നീ എനിക്കു തന്ന സഹനവും നീ എനിക്കു തന്നതൊക്കെയും നന്ദി മാത്രം, നന്ദി മാത്രം. ഇന്നുമെൻ ജീവിതത്തിൽ നന്ദി മാത്രം. ഇസിന്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് സംഗീതം നൽകിയതും വീഡിയോ ആൽബം ചിത്രീകരിക്കാൻ സഹായിച്ചതും കവിതകൾ എഴുതാൻ പ്രചോദിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമെല്ലാം സിസ്റ്റർ ടെസ്ന ജോയ്, ഫാദർ സജോ പടയാട്ടിൽ, അധ്യാപകനായ സുനിൽ ഫ്രാൻസിസ്, സിസ്റ്റർ സ്റ്റെൻസി എന്നിവർ ചേർന്നായിരുന്നു. കീഴ്മാട് പെരിയാർമുഖം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലാണ് പ്രിയപ്പെട്ട ഇസിൻ ജോബിൻസിന്റെ ഓർമ്മകൾ ഉറങ്ങുന്നത്. വേദനകളും ഇരുളും തിങ്ങുമ്പോഴും ആരോടും പരിഭവം പറയാതിരുന്ന പ്രിയപ്പെട്ട ഇസിൻ എന്ന് ഈശോയ്ക്കൊപ്പമാണ്. ആ കുഞ്ഞുമാലാക സ്വർഗത്തിൽ ഈശോയെ പാടി സ്തുതിക്കട്ടെ.
ക്യാമറമാൻ ആഷിഖിനുമൊപ്പം റിജോ സേവ്യർ, ഷിഗ്യാന ന്യൂസ്, കൊച്ചി. നന്ദി മാത്രം, നന്ദി മാത്രം, എന്നുമെൻ ജീവിതത്തിൽ നന്ദി മാത്രം.